കമ്പനിയാണ്. ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരു യൂണിഫോമിറ്റി വേണം, ഒരു കൾച്ചറൽ യൂണിഫോമിറ്റി വേണം, ഒരു വാല്യൂ യൂണിഫോമിറ്റി വേണം. ഒരു മിഷനിലും വിഷനിലും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, സ്കെയിലപ്പ് ചെയ്യേണ്ട ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് നല്ലൊരു കൾച്ചർ ഉണ്ടാവണമെങ്കിൽ എക്സ്ക്യൂസോ കംഫർട്ടിലുള്ള ആൾക്കാരെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. 10 മണിക്ക് കയറി വന്നിട്ട് ഡ്രസ്സിങ് പ്രോപ്പർ അല്ല എന്ന് പറയുന്ന എക്സ്ക്യൂസാണ് അല്ലേ? പ്രോപ്പറായിട്ട് മുടി കോമ്പയില്ല എന്ന് പറഞ്ഞ എക്സ്ക്യൂസാണ്. ഷൂ പോളിഷ് ചെയ്യാത്തത് എക്സ്ക്യൂസാണ് അല്ലേ? ശരിയാണോ തെറ്റാണോ? ഇതെല്ലാം എക്സ്ക്യൂസ് മാത്രമാണ്. ഇത് കറക്റ്റ് ചെയ്യേണ്ടതും നോക്കേണ്ടതും വാണിംഗ് കൊടുക്കേണ്ടതും ഹാം ലെറ്റർ അയക്കണം. അവൻ ആദ്യം ഹാം ലെറ്റർ പോകണം. ഹാം ലെറ്റർ അയച്ചിട്ട് സബ്ജക്റ്റ് വെക്കുക, ഇങ്ങനെയാണ്, ഷർട്ട് ഈസ് നോട്ട് പ്രസ്ഡ് പ്രോപ്പർലി, അല്ലെങ്കിൽ യു ആർ ലേറ്റ്, ദിസ് ഈസ് എ റീസൺ. സോ എപ്പോഴും ഹാം ലെറ്റർ അയക്കുക, പിന്നെ വാണിംഗ് ലെറ്റർ പോവുക, പിന്നെ നിങ്ങൾ HR നിങ്ങളുടെ സജഷൻ അയക്കുക. ഇവൻ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവൻ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് ഹെഡ് ആകുമ്പം ആദ്യം അഡ്വൈസും. അങ്ങനെയാണല്ലോ നമ്മൾ കുട്ടികൾ. ടേക്ക് ഇറ്റ് ആൻ എക്സാമ്പിൾ. ഒരു കുട്ടി പറയാണ്, അമ്മേനോട് പറയാണ്, എനിക്ക് ചോക്ലേറ്റ് വേണം, അമ്മ വാങ്ങിച്ചു കൊടുക്കും ഒരു ചോക്ലേറ്റ്. രണ്ടാമത് കുട്ടി പറയാണ്, എനിക്ക് 2ാമത് ചോക്ലേറ്റ് വേണം, 2ാമത് വാങ്ങിച്ചു. 3ാമത് പറയണം, 3ാമത് വാങ്ങിച്ചു കൊടുക്കും. 4ാമത് വാങ്ങിച്ചു കൊടുക്കുമോ? 4ാമത് വാങ്ങിച്ചു കൊടുക്കുക. അമ്മയാണ് കുട്ടിയാണ് വാങ്ങിച്ചു കൊടുക്കുക. അവിടെ എന്താണ്? കൺസേൺ ആണ്. അവിടെ എന്താ കൺസേൺ? എൻ്റെ കമ്പനി രക്ഷപ്പെടില്ല നീ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്ക് കൺസേൺ ആണ്. നാളെ എന്നോടാ ചോദിക്കുക, ബ്രാഞ്ച് ഹെഡാണ് ഞാൻ, എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് നീ അവിടെ ഉണ്ടാവില്ല, ഞാനാണ് റെസ്പോൺസിബിൾ. അപ്പം നീ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടു കൂടി ചെയ്തിട്ടില്ലെങ്കിൽ ഞാനായിരിക്കും അനുഭവിക്കേണ്ടി വരിക. അവിടെ അമ്മ കുട്ടീനോട് കാണിക്കുന്ന അതേ കൺസേൺ ആയിരിക്കണം ഒരു ബ്രാഞ്ച് ഹെഡ് അവരുടെ സബോർഡിനേറ്റിനോട് കാണിക്കേണ്ടത്. ശരിയല്ലേ? ബാക്കിയെല്ലാം എക്സ്ക്യൂസ് ആണ്. ഓൺലി എക്സ്ക്യൂസസ്. അത് നോട്ട് ചെയ്ത് പിടിച്ചിട്ട് അവർക്ക് ഹാം ലെറ്റർ അയക്കുക. ഏത് കാര്യത്തിലാണ് ഹാം ലെറ്റർ അയക്കേണ്ടത്? മിനിമം ഒരു സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഷൂ ഷൈൻഡ് ആയിരിക്കണം. ഷൂ ഷൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലുള്ളതല്ല, സോൾ ഷൈൻഡ് ആയിരിക്കണം. സോൾ വന്നിട്ട് ക്ലെൻലിനെസ് ആയിരിക്കണം. പിന്നെ ഷർട്ട് പ്രസ്ഡ് ആയിരിക്കണം. റിംഗ്ലിംഗ് ആയിട്ടുള്ള ഷർട്ട്, ഡേർട്ടി ആയിട്ടുള്ള ഷർട്ട് ഇവിടെ വരെ മടക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. നെവർ കീപ്പ് ഇറ്റ്. ഇവിടെ മടക്കി വെക്കുന്ന റോങ് ആണ്, ഇവിടെ മടക്കി വെക്കുന്നത് റോങ് ആണ്. ഓൾവേസ് ഇവിടെ വരെ, ഇതിൻ്റെ ഈ ആംഗിൾ വരെ മാത്രമേ പാടുള്ളൂ ഷർട്ട് ആണെങ്കിൽ. ഒരിക്കലും ഇവിടെ മടക്കി വെക്കുന്നത് ദിസ് ഈസ് റോങ്. ഓക്കെ, ഇതിൻ്റെ മേലെ മടക്കി വെക്കുന്നതും ദിസ് ഈസ് റോങ്. ഓൾവേസ് ഈ ഒരു ആംഗിൾ മാത്രമേ മടക്കി വെക്കാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ് ഈസ് ഷൂ ഷൈൻഡ് ആൻഡ് ഷർട്ട് പ്രസ്ഡ്. ദാറ്റ് ഈസ് സംതിങ്. another one is called hair combed. ഹെയർ കോംഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് എ മിനിമം ജസ്റ്റർ. ഇതൊന്നും നടക്കാതെ നമ്മൾ എന്താ ചെയ്യണത്? എക്സ്ക്യൂസ് ആണ്. സെയിൽസ് നോക്കിയാൽ പോലെ ബുൾഷിറ്റ്. എങ്ങനെയാ സെയിൽസ് മാത്രം ഉണ്ടെങ്കിൽ കമ്പനി രക്ഷപ്പെടുക? കമ്പനിക്ക് റവന്യൂ കിട്ടും, സ്കെയിലബിലിറ്റി ഉണ്ടാവില്ല. സ്കെയിലബിലിറ്റി doesn't mean, try to understand, scalability of a business doesn't mean expanding branches. Scalability of a business means the overall cultural development. I will tell you one beautiful example. എയും ബിയും സിയും 3 കുരങ്ങൻ. എയും ബിയും സിയും 3 കുരങ്ങൻ. ക്ലിയർ ആണോ? എ ബി സി ഈ 3 കുരങ്ങനെയും പിടിച്ചിട്ട് കൂട്ടിലിട്ടു. 3 കുരങ്ങന്മാർക്കും കഴിക്കാനുള്ള ആപ്പിളും മുന്തിരിയും അതുപോലെ തന്നെ നാരങ്ങയും കാര്യങ്ങളൊക്കെ നിലത്തിട്ട് കൊടുത്തു. അവിടെ ഒരു കൊല കെട്ടി തൂക്കി. ഓക്കെ, ഈ 3 കുരങ്ങന്മാരിൽ എ കുരങ്ങൻ